അപ്പോൾ ഇനി യൂണിറ്റ് 7 ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇപ്പോൾ യൂണിറ്റ് 7ൽ നമുക്ക് പഠിക്കാനുള്ളത് ഡ്രഗ്സ് യൂസ്ഡ് ഇൻ ഡി അഡിക്ഷൻ, ഡ്രഗ്സ് യൂസ്ഡ് ഇൻ CPR ആൻഡ് എമർജൻസീസ്, വൈറ്റമിൻസ് ആൻഡ് മിനറൽസ്, ഇമ്മ്യൂണോസപ്രസൻസ്, ആൻറ്റിഡോട്ട്സ്, ആൻറ്റിവെനം, വാക്സിൻ ആൻഡ് സെറ. ഇതിൽ നിന്ന് പലപ്പോഴും ജനറൽ ക്വസ്റ്റ്യൻസ് ആയിട്ട് ചോദിച്ച് കണ്ടിട്ടുണ്ട്. എസ്പെഷ്യലി ആൻറ്റിഡോട്ട് സ്ഥിരമായിട്ട് ചോദിച്ചിട്ടുണ്ട്. ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ വാക്സിൻ ആൻഡ് സെറ ചോദിച്ചിട്ടുണ്ട്. ബാക്കിയുള്ളതൊന്നും അങ്ങനെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് സ്ഥിരം ചോദിക്കുന്ന ക്വസ്റ്റ്യൻ അല്ല, വല്ലപ്പോഴും ഒക്കെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുള്ള പോർഷനാണ്. അതുകൊണ്ട് ആ രീതിയിലുള്ള ഒരു ഇമ്പോർട്ടൻസ് എന്തായാലും കൊടുക്കുക. അപ്പോൾ ഇന്ന് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത് ഫാർമക്കോളജി ഓഫ് ഡ്രഗ്സ് യൂസ്ഡ് ഇൻ ഡി അഡിക്ഷൻ എന്നുള്ളതാണ്. അപ്പോൾ എന്താണ് അഡിക്ഷൻ എന്നുള്ളതാണ് ആദ്യം. എന്താണ് അഡിക്ഷൻ? അഡിക്ഷൻ എന്ന് പറയുന്ന സമയത്ത് കൂടുതൽ എമൗണ്ടിൽ കൂടുതൽ തവണ വീണ്ടും കമ്പൾസീവ്, അതായത് എടുക്കണം എന്ന് തോന്നിയിട്ട് എടുക്കുന്ന ആ ഒരു എന്താ പറയുക, പ്ലഷറബിൾ എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് അഡിക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു മരുന്ന് കൂടുതൽ എമൗണ്ടിൽ നമ്മളൊരു ഡിസീസിന് ഇന്ന ഡോസിലാണ് കൊടുക്കുക എന്ന് പറയും. ആ ഡോസ് മതിയാവില്ല, അതിനേക്കാളും കൂടുതൽ ഡോസിൽ റെക്കറൻ്റ് ആയിട്ട് അതാൾ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അതുപോലെ അത് എടുക്കണമെന്നുള്ള ഫീലിംഗ് വന്നുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥ, അതിനെയാണ് അഡിക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് അഡിക്ഷൻ്റെ ഫീച്ചേഴ്സ് എന്നുള്ളതാണ്. ഇൻറ്റൻസ് കാർവിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മരുന്ന് കഴിക്കണം എന്നുള്ളത് ഇൻറ്റൻസ് ഡിസയറാണ്. എന്ത് വിധേനയും ആ മരുന്ന് ഞാൻ കഴിക്കണം എന്നുള്ള രീതിയിൽ മനസ്സിലുള്ള ആ ഒരു ഇൻറ്റൻസ് ഡിസയറിനെയാണ് ഇൻറ്റൻസ് കാർവിങ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ അഡിക്ഷൻ്റെ ഒരു ഫീച്ചർ എന്ന് പറയുന്നത് ഹി മേ നീഡ് ടു ഇൻക്രീസ് ദ ഡോസ്. അയാൾക്ക് ആ രോഗത്തിന് വേണ്ട ഒരു എഫക്റ്റ് മതിയാവാതെ വരുമ്പോൾ അതിനേക്കാളും കൂടുതൽ ഡോസ് എടുക്കേണ്ട ഒരു ആവശ്യം വരിക. നീഡ് ടു ഇൻക്രീസ് ദ ഡോസ് ടു ഗെറ്റ് ദ സെയിം ലെവൽ ഓഫ് പ്ലഷർ. തേർഡ് വൺ ലൈഫ് ത്രിട്ടണിങ് വിഡ്രോവൽ സിംറ്റം. പല ഡ്രഗ്സിൻ്റെയും ഇത് നമ്മൾ ഈ അഡിക്ഷൻ എന്ന് പറയുന്നത് ഇല്ലീഗൽ ഡ്രഗ് മാത്രമല്ല ഉദ്ദേശിക്കുന്നത്. നമ്മൾ ചിലപ്പോൾ ഏതെങ്കിലും ഒരു ഡിസീസിനൊക്കെ കുടിക്കുന്ന ഡ്രഗ്സിലും തന്നെ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ആ മരുന്നങ്ങ് സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അയാൾക്ക് ഉണ്ടാവാൻ പോകുന്ന എഫക്റ്റ് എന്ന് പറയുന്നത് അത്ര കാലം കൺട്രോൾ ചെയ്ത് നിന്നിരുന്ന ആ രോഗം പെട്ടെന്ന് പഴയ പോലെ വളരെ സിവിയറായിട്ട് തിരിച്ചു പോകും എന്നുള്ളതാണ്. അതാണ് വിഡ്രോവൽ സിംറ്റം എന്ന് പറയുന്നത്. ലൈഫ് ത്രിട്ടണിങ് വിഡ്രോവൽ സിംറ്റമാണ്. ദെൻ ഡിട്രിമെൻ്റൽ എഫക്റ്റ്. ഡിട്രിമെൻ്റൽ എഫക്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുടെ നോർമലായിട്ടുള്ള ആ കപ്പാസിറ്റി കുറച്ചു വരുന്ന ഒരു എഫക്റ്റ് ഉണ്ടാക്കുക. ഇപ്പോൾ മെൻ്റലി, ഫിസിക്കലി, ഏത് രീതിയിലും എടുക്കാം, സൈക്കോളജിക്കലി ഏത് രീതിയിലും ആൾക്ക് ഡെട്രിമെൻ്റൽ എഫക്റ്റാണ് ഉണ്ടാവുക. കുറഞ്ഞു വരുന്ന രീതിയിലുള്ള എഫക്റ്റാണ് പ്രൊഡ്യൂസ് ചെയ്യുക. ആൻഡ് ഇറ്റ് മേ ഹാം ദ ഇൻഡിവിജ്വൽ. സോ ഏതൊരു അഡിക്ഷൻ്റെയും പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ അത് ആ ഒരു ഇൻഡിവിജ്വലിനെ മാത്രമല്ല അഫക്റ്റ് ചെയ്യുക. സ്വാഭാവികമായിട്ടും ആ ഇൻഡിവിജ്വലിനെ അഫക്റ്റ് ചെയ്ത് ആൾ അഡിക്ഷൻ ആയി കഴിഞ്ഞാൽ ആ ഫാമിലിനെ അഫക്റ്റ് ചെയ്യും, ആ സൊസൈറ്റിനെ അഫക്റ്റ് ചെയ്യും. ഓക്കെ, സോ ദീസ് ആർ ദ ഡിഫറെൻറ്റ് ഫീച്ചേഴ്സ് ഓഫ് അഡിക്ഷൻ. ഇനി ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് അഡിക്ഷൻസ് എന്തൊക്കെയാണ്? അഡിക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ നമ്മളെ ലൈഫിലും ചിലപ്പോൾ നമുക്ക് കുറച്ച് അഡിക്ഷൻസുകൾ ഉണ്ടാവും. അതിൻ്റെ ലെവലിനനുസരിച്ച് മാത്രമാണ് അതിൻ്റെ സിവിയറിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ അഡിക്ഷനെ നമുക്ക് 4 ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഹാബിച്വേഷൻ, ഡ്രഗ് ഡിപ്പെൻഡൻസ്, സൈക്കോളജിക്കൽ ഡിപ്പെൻഡൻസ് ആൻഡ് ഫിസിക്കൽ ഡിപ്പെൻഡൻസ്. ഇങ്ങനെ ക്ലാസിഫൈ ചെയ്യാം. ഹാബിച്വേഷൻ എന്ന് പറയുന്നത് നമ്മളെ ഡെയിലി ലൈഫിലൊക്കെ നമ്മൾ സ്ഥിരമായിട്ട് എന്തെങ്കിലും ഒരു സാധനം കഴിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. വിത്തൗട്ട് എനി ഡിട്രിമെൻ്റൽ എഫക്റ്റ്, നോട്ട് ദ പോയിന്റ്, വിത്തൗട്ട് എനി ഡിട്രിമെൻ്റൽ എഫക്റ്റ്. ആ സംഗതി ആളുടെ ഹാബിറ്റിൽ വന്നതുകൊണ്ട് ആൾക്ക് ഡിട്രിമെൻ്റൽ എഫക്റ്റ്, അതായത് മെൻ്റലി ഡിപ്രസ്ഡ് ആക്കി അങ്ങനത്തെ എഫക്റ്റ് ഒന്നും ഉണ്ടാക്കുന്നില്ല, ബോഡിക്കോ അല്ലെങ്കിൽ സൊസൈറ്റിക്കോ ഒന്നും ഉണ്ടാക്കുന്നില്ല. അതുപോലെ അത് കിട്ടിയിട്ടില്ലെങ്കിൽ അത് കിട്ടാൻ വേണ്ടിയിട്ട് എന്തും ചെയ്യും എന്നുള്ള രീതിയിലായിട്ടില്ല. അതുപോലെ വിഡ്രോവൽ സിംറ്റംസുകളൊന്നും ഉണ്ടാവില്ല നിർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ. ഇപ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് ടീ അല്ലെങ്കിൽ കോഫി കുടിക്കുന്ന ഒരാളാണെന്ന് വിചാരിക്കുക. അത് ഒരു അഡിക്ഷൻ, ഹാബിച്വേഷൻ എന്ന് പറയുന്ന കണ്ടീഷൻ ഉള്ളതാണ്. ഹാബിറ്റായിട്ട് മാറിയിട്ടേ ഉള്ളൂ. ആ മരുന്ന് കിട്ടിയിട്ടില്ലെങ്കിൽ ആൾക്ക് ജീവിക്കാം. ആ മരുന്ന് അല്ലെങ്കിൽ മരുന്നോ ഡ്രഗോ അല്ലെങ്കിൽ ഫുഡോ എന്തോ ആയിക്കോട്ടെ, അത് കിട്ടിയിട്ടില്ലെങ്കിൽ ആൾക്ക് ഡിട്രിമെൻ്റൽ എഫക്റ്റോ ഒന്നും ഉണ്ടാവാൻ പോകുന്നില്ല.
അങ്ങനത്തെ ഒരു അവസ്ഥയിലുള്ള അഡിക്ഷനാണ് ആബിച്വേഷൻ എന്ന്. വളരെ മൈൽഡ് ഫോമിലുള്ള ഒരു അഡിക്ഷൻ എന്ന് വേണമെങ്കിൽ പറയാം ആബിച്വേഷൻ എന്ന് പറയുന്നത്. രണ്ടാമത്തേതാണ് ഡ്രഗ് ഡിപ്പെൻഡൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഡ്രഗ് ഡിപ്പെൻഡൻസ് എന്ന് പറയുന്നത് റിപ്പീറ്റഡ് ആൻഡ് കണ്ടിന്യൂസ് യൂസ് കാരണം ഉണ്ടാവുന്ന ഡിട്രിമെൻ്റൽ എഫക്റ്റ് ആൻഡ് കാർവിംഗ് അപ്പിയേഴ്സ്. കാർവിംഗ് എന്ന് പറഞ്ഞാൽ വീണ്ടും വീണ്ടും കഴിക്കണം എന്നുള്ള, എന്ത് വില കൊടുത്തും ആ സംഗതി കിട്ടണം എന്നുള്ള രീതിയിലുള്ള എഫക്റ്റ് ഉണ്ടാവും. അതുപോലെ ഡിട്രിമെൻ്റൽ എഫക്റ്റ് ഉണ്ടാവും. ഓക്കെ, ഇങ്ങനെയുള്ള സമയത്ത് ഈ ഡ്രഗ്സ് നമുക്ക് പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ നിർത്താൻ പറ്റില്ല. നിർത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ വിഡ്രോവൽ സിംറ്റം ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട് എന്നുള്ള കണ്ടീഷനാണ് അഡിക്ഷൻ്റെ രണ്ടാമത്തെ ടൈപ്പായിട്ടുള്ള ഡ്രഗ് ഡിപ്പെൻഡൻസ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ആൽക്കഹോളിക്സ് എന്ന് പറയുന്നത് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ കൈയും കാലും വിറക്കാൻ തുടങ്ങുക എന്നുള്ളതൊക്കെ ഈ വിഡ്രോവൽ സിംറ്റംസിൻ്റെ, അത് കിട്ടാതാവുമ്പോൾ പിറ്റത്തെ ദിവസം കൈയും കാലും വിറക്കുന്നത് നിർത്താൻ വേണ്ടിയിട്ട് ആൽക്കഹോൾ തേടി പോവുക എന്നുള്ളത് ഇതിൻ്റെ ഒരു വിഡ്രോവൽ സിംറ്റമാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള കണ്ടീഷനിലാണ് ഡ്രഗ് ഡിപ്പെൻഡൻ്റ് ആയിട്ട് മാറുക എന്നുള്ളത്. അത് കിട്ടാതെ പിന്നെ നാളെ പോകാൻ പറ്റാത്ത രീതിയിലോട്ടുള്ള ഒരു അഡിക്ഷൻ വരിക എന്നുള്ളത്. മൂന്നാമത്തെ ടൈപ്പാണ് സൈക്കോളജിക്കൽ ഡിപ്പെൻഡൻസ്. ഇവിടെ ആളുടെ ബിഹേവിയർ അതിനനുസരിച്ച് മാറി. ഈ ഡ്രഗ് ഡിപ്പെൻഡൻസ് എന്ന് പറഞ്ഞാൽ ഡ്രഗ് കഴിച്ചത് കൊണ്ട്, അങ്ങനെ ശീലമായത് കൊണ്ട് ഉണ്ടാവുന്ന ബോഡിയിൽ ഉണ്ടാവുന്ന ചേഞ്ചാണ്. സൈക്കോളജിക്കൽ ഡിപ്പെൻഡൻസ് എന്ന് പറയുന്ന സമയത്ത് ആ ഒരു മരുന്ന് പ്രൊക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ട് സൈക്കോളജി തന്നെ, അല്ലെങ്കിൽ അയാളുടെ മെൻ്റൽ ഹെൽത്ത് തന്നെ അതിനനുസരിച്ച് മാറിയിട്ടുണ്ട്. ഓക്കെ, നാലാമത്തെ ടൈപ്പ് അഡിക്ഷൻ ആണ് ഫിസിക്കൽ ഡിപ്പെൻഡൻസ് എന്ന് പറയുന്നത്. ഇത് ബോഡി ഫിസിയോളജി, ഒരു ഡ്രഗിൻ്റെ കണ്ടിന്യൂസ് യൂസ് കാരണം ഫിസിയോളജി അതിനനുസരിച്ച് മാറിയിട്ടുണ്ട്. അതുകൊണ്ട് ബോഡി ഡിപ്പെൻഡഡ് ആയതാണ്. പേഷ്യൻ്റ് ചിലപ്പോൾ നിർത്തണമെന്ന് ഉദ്ദേശിച്ചിട്ടുണ്ടാവും, നിർത്താൻ റെഡി ആയിരിക്കും, സൈക്കോളജിക്കലി റെഡി ആയിരിക്കും, പക്ഷേ ഫിസിക്കലി ഡിപ്പെൻഡഡ് ആയത് കാരണം വിഡ്രോവൽ സിംറ്റം ഉണ്ടാവും എന്ന് ഉറപ്പുണ്ടായത് കൊണ്ട് ഡിസ്കണ്ടിന്യൂ ചെയ്യാൻ പറ്റാത്ത ഒരു രീതിയിലുള്ള അഡിക്ഷനാണ് ഫിസിക്കൽ ഡിപ്പെൻഡൻസ് എന്ന് പറയുന്നത്. ആദ്യകാലങ്ങളിൽ ഇങ്ങനെയാണ് ഡിപ്പെൻഡൻസിനെ ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ടേം എന്ന് പറയുന്നത്, ഇതിനെല്ലാം കൂടിയും ഒരുമിച്ച് പറയുന്ന ഒരു ടേമാണ് സബ്സ്റ്റൻസ് യൂസ് ഡിസോർഡർ എന്ന് പറയുന്നത്. ഈ ഒരു അഡിക്ഷൻ എല്ലാത്തിനെയും കൂടിയും ഒരുമിച്ച് പറയുന്ന ഒരു ടേമാണ് സബ്സ്റ്റൻസ് യൂസ് ഡിസോർഡർ എന്ന് പറയുന്നത്. ഈ സബ്സ്റ്റൻസ് യൂസ്ഡ് ഡിസോർഡർ മൈൽഡ് ടു സിവിയർ വരെ ആവാം. ഇപ്പോൾ മൈൽഡ് എന്ന് പറയുന്നത് ഹാബിച്വേഷൻ ആണ്. ടീ, കോഫി, ടൊബാക്കോ ഇങ്ങനെയുള്ള സംഗതികളൊക്കെ മൈൽഡ് ഫോമിൽ കഴിക്കുന്ന സമയത്ത് അത് മൈൽഡ് സബ്സ്റ്റൻസ് യൂസ് ഡിസോർഡർ ആണ്. മറ്റേ ക്ലാസിഫിക്കേഷൻ പ്രകാരം അത് ഹാബിച്വേഷൻ ആണ്. ഓക്കെ, ഇനി അതിങ്ങനെ കൂടുന്നതിനനുസരിച്ച് മരിജുവാന, ആംഫിറ്റമിൻ, കൊക്കെയിൻ, നിക്കോട്ടിൻ അതൊക്കെ ഇങ്ങനെ കൂടുന്നതിനനുസരിച്ച് ഈ സബ്സ്റ്റൻസ് യൂസ്ഡ് ഡിസോർഡറിൻ്റെ ഇൻറ്റൻസിറ്റി കൂടിക്കൂടി വരും. ഒപ്പിയോയിഡ്, ബെൻസോഡയസെപ്പിൻ ഒക്കെ ആവുന്ന സമയത്ത് സിവിയർ ഫോമിലോട്ട് മാറും. ഓക്കെ, സോ അനദർ ടേം ആണ് അഡിക്ഷൻ്റെ വേറൊരു ടേം ആണെന്ന് മനസ്സിലാക്കുക. നമ്മൾ ആ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ടേംസിന് ഹാബിച്വേഷൻ, ഡ്രഗ് ഡിപ്പെൻഡൻസ്, സൈക്കോളജിക്കൽ ഡിപ്പെൻഡൻസ്, ഫിസിക്കൽ ഡിപ്പെൻഡൻസ്, ഇതിനെ റീപ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സിംഗിൾ ടേം യൂസ് ചെയ്യുന്നതാണ് സബ്സ്റ്റൻസ് യൂസ് ഡിസോർഡർ എന്ന് പറയുന്നത്. ഇനി എന്താണ് ഈ ട്രീറ്റ്മെൻറ്റ്? നമുക്ക് എന്തായാലും അഡിക്ഷൻ വന്നു കഴിഞ്ഞാൽ അതിനെ ട്രീറ്റ് ചെയ്യണം. എന്തൊക്കെയാണ് അതിൻ്റെ ഗോൾ എന്നുള്ളതാണ്. ഒറ്റ ഗോൾ, അൾട്ടിമേറ്റ് ഗോൾ എന്ന് പറയുന്നത് ഡ്രഗ് ഫ്രീ സ്റ്റാറ്റസ് കിട്ടുക എന്നുള്ളതാണ്. ആ ഡ്രഗ് നിർത്തണം എന്നുള്ളതാണ്. അതുപോലെ ഇനി ഫർദർ ആയിട്ട് ആ ഡ്രഗ് കഴിക്കുന്നത് ഇല്ലാതെ അതിനെ തടയും വേണം. ഇത് രണ്ടുമാണ് അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഗോൾ. അപ്പോൾ ഇതിന് രണ്ടിനും വേണ്ടി ഡ്രഗ് ഫ്രീ സ്റ്റാറ്റസ് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഫാർമക്കോ തെറാപ്പി, ഡ്രഗ് യൂസ് ചെയ്തിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് നടത്താൻ പറ്റും. റിലാപ്സ് തടയാൻ വേണ്ടിയിട്ട്, ഫർദർ യൂസ് വരുന്നത്, ഫർദർ വീണ്ടും അഡിക്ഷനിലോട്ട് ആവുന്നത് തടയാൻ വേണ്ടിയിട്ട് നമുക്ക് കോമ്പിനേഷൻ ഓഫ് ബിഹേവിയറൽ ട്രീറ്റ്മെൻറ്റ് വേണ്ടി വരും, റീഹാബിലിറ്റേഷൻ പ്രോഗ്രാം വേണ്ടി വരും, സൈക്കോളജിക്കൽ ഇൻ്റർവെൻഷൻസുകൾ വേണ്ടി വരും, അതിൻ്റെ കൂടെ ഫാർമക്കോ തെറാപ്പിയും കൂടിയും വേണ്ടി വരും. ഓക്കെ, അപ്പോൾ ഇത് എല്ലാം കൂടി ഉള്ളതാണ്. ഇപ്പോൾ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുക ഫാർമക്കോ തെറാപ്പി മാത്രമാണ്. ബാക്കിയുള്ളത് സൈക്കോളജി അങ്ങനെയുള്ള സബ്ജക്ട്സിലൊക്കെ പറയുന്നുണ്ടാവും. കോമ്പിനേഷൻ ഓഫ് ബിഹേവിയറൽ ട്രീറ്റ്മെൻറ്റ്, റീഹാബിലിറ്റേഷൻ പ്രോഗ്രാം, സോഷ്യൽ ഇൻ്റർവെൻഷൻസ് ആൻഡ് ഫാർമക്കോ തെറാപ്പി. ഇതാണ് റിലാപ്സ് തടയാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ടത്. ഡ്രഗ് ഫ്രീ സ്റ്റാറ്റസ് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഫാർമക്കോ തെറാപ്പി, ഡ്രഗ്സുകളൊക്കെ യൂസ് ചെയ്തിട്ട് ട്രീറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് 3 രീതിയിലുള്ള അഡിക്ഷൻസുകളാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഒന്ന് ഒപ്പിയോയിഡ്, രണ്ടാമത്തേത് ടൊബാക്കോ, മൂന്നാമത്തേത് ആൽക്കഹോൾ. ഓക്കെ, അപ്പോൾ ഒപ്പിയോയിഡിൽ യൂസ് ചെയ്യുന്ന ഡി അഡിക്ഷൻ സ്പെസിഫിക് ഡ്രഗ്സുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് മെത്തഡോൺ. ഇത് നമ്മൾ ഒപ്പിയോയിഡ് അനാൽജസിക്സിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ നമ്മൾ ജസ്റ്റ് എന്താണെന്ന് മാത്രമേ പറയുന്നുള്ളൂ.
ഒപ്പിയോയിഡ് എന്ന് പറയുന്നത് പപ്പാവർ സൊമനിഫെറ എന്ന് പറയുന്ന പ്ലാന്റിൽ നിന്ന് കിട്ടുന്ന അല്ലെങ്കിൽ അതിൻ്റെ ഡിഫറെൻ്റ് ആയിട്ടുള്ള കോമ്പൗണ്ട്സുമായിട്ട് അഡിക്റ്റഡ് ആയിട്ടുള്ള അവസ്ഥയാണ്, ഒപ്പിയമായിട്ട് അഡിക്റ്റഡ് ആയിട്ടുള്ള അവസ്ഥയാണ്. അപ്പോൾ ഈ ഒപ്പിയത്തിൻ്റെ എഫക്റ്റ് എന്ന് പറയുന്നത് ഓവറാൾ ഡിട്രിമെൻ്റൽ എഫക്ട്സുകളും CNS ഡിപ്രഷൻസുകളും ആലൂസിനോജനിക് എഫക്ട്സുകളൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ളതാണ്. അപ്പോൾ ആ കിക്ക് എഫക്റ്റും കൂടി കിട്ടുന്നുണ്ട് ഒപ്പിയോയിഡ് എടുക്കുന്ന സമയത്ത്. അപ്പോൾ ആ കിക്ക് എഫക്റ്റ് ഇല്ലാത്ത സിന്തറ്റിക് ആയിട്ടുള്ള ഒപ്പിയോയിഡ് അഗണിസ്റ്റ് ആണ് മെത്തഡോൺ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളത് കഴിക്കുക, 10 milligram OD once in daily ഓറലായിട്ട് കണ്ടിന്യൂ ചെയ്യുക എന്നുള്ളതാണ് അത് ചെയ്യുക. രണ്ടാമത്തേതാണ് ബുപ്രിനോഫിൻ എന്ന് പറയുന്നത്. സിന്തറ്റിക് ആയിട്ടുള്ള പാർഷ്യൽ അഗണിസ്റ്റ് ആണ്, ഒപ്പിയോയിഡ് റിസപ്റ്ററിൽ ആക്ട് ചെയ്യുന്ന പാർഷ്യൽ അഗണിസ്റ്റിക് ആണ് ബുപ്രിനോഫിൻ എന്ന് പറയുന്നത്. അതർ ഒപ്പിയോയിഡ് ഡി അഡിക്ഷൻ ഡ്രഗ് ആണ്. ദെൻ ലീവോ ആൽഫ അസറ്റൈൽ മെത്തനോൾ എന്ന് പറയുന്നതാണ് അടുത്തൊരു ഡ്രഗ് എന്ന് പറയുന്നത്. ഇറ്റ്സ് എൻ ലോങ് ആക്ടിങ് അനലോഗ് ഓഫ് മെത്തഡോൺ. മെത്തഡോണിൻ്റെ തന്നെ വേറൊരു ഫോം ഓഫ് ഡ്രഗ് ആണ് ലീവോ ആൽഫ അസറ്റൈൽ മെത്തനോൾ എന്ന് പറയുന്നത്. 20 to 40 milligram ത്രൈസ് വീക്കിലി, ആഴ്ചയിൽ 3 ദിവസം 20 to 40 milligram ടാബ്ലറ്റ് ആയിട്ട് കഴിക്കുക എന്നുള്ളതാണ്. നൗ നെക്സ്റ്റ് ഡി അഡിക്ഷൻ ഡ്രഗ് ഇസ് നാലോക്സോൺ. ഇറ്റ്സ് എൻ പ്യുവർ കോമ്പറ്റേറ്റീവ് ഒപ്പിയോയിഡ് അൻറ്റഗോണിസ്റ്റ്. ഒപ്പിയോയിഡ് റിസപ്റ്ററിൻ്റെ അൻറ്റഗോൺ, ഇതൊക്കെ അഗണിസ്റ്റ് ആയിട്ടാണ് നമ്മൾ പറഞ്ഞത്. ഇവിടെ അൻറ്റഗോണിസ്റ്റ് ആണ്. അപ്പോൾ ഇങ്ങനെയുള്ള ആൾ ഒപ്പിയോയിഡ് കഴിച്ചിട്ടുള്ള അല്ലെങ്കിൽ ഒപ്പിയോയിഡ് ഇൻഹേൽ ചെയ്തിട്ടുള്ള ഒരാൾക്ക് ഇത് കൊടുക്കുന്ന സമയത്ത് ആ റിസപ്റ്ററിനെ ബ്ലോക്ക് ചെയ്ത് ഒപ്പിയോയിഡിൻ്റെ ആക്ഷൻ ഇല്ലാണ്ടാക്കാം. ഓക്കെ, അണ്ടിൽ ഡിസൈറബിൾ എഫക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നവരെ, നമുക്ക് ഉദ്ദേശിക്കുന്ന ഒരു എഫക്റ്റ് കിട്ടുന്നത് വരെ നാലോക്സോൺ കൊടുത്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. ദെൻ നാൾട്രക്സൺ, അനദർ സിന്തറ്റിക് ഒപ്പിയോയിഡ് അൻറ്റഗോണിസ്റ്റ്. അപ്പോൾ ഇത് കൊടുക്കുക 25 milligram ഇനീഷ്യൽ അണ്ടർ സൂപ്പർവിഷൻ, ഹോസ്പിറ്റലിൽ മാത്രമേ അത് കൊടുക്കുക. പിന്നെ 50 mg ഡെയിലി ടിൽ സ്റ്റെബിലൈസ്, ദെൻ 100 mg ത്രൈസ് വീക്കിലി എന്നുള്ള രീതിയിലാണ്. ഡിപ്പെൻഡ്സ് ഓൺ ദ അഡിക്ഷൻ, എത്രത്തോളം സിവിയർ ആണോ മൈൽഡ് ആണോ എന്നുള്ളതിനനുസരിച്ച്. അനദർ opioid de-addiction drug is tramadol. This is a synthetic opioid antagonist. First we will start with 50 milligram BD, then 50 milligram TID, then 50 milligram BD, then 50 milligram OD. ഈ രീതിയിലാണ് ഡോസ് കുറഞ്ഞ് സ്റ്റാർട്ട് ചെയ്ത് പിന്നെ ഡോസ് കൂട്ടി പിന്നെ ഡോസ് കുറച്ച് കൊണ്ടുവരിക എന്നുള്ളതാണ് ചെയ്യുക. ഓക്കെ, സോ ദീസ് ആർ ദ സം സ്പെസിഫിക് drugs for opioid de-addiction. Now coming to tobacco de-addiction. സിഗരറ്റ് വലിച്ച് അഡിക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് നിക്കോട്ടിൻ റീപ്ലേസ്മെൻറ്റ് തെറാപ്പി നമുക്ക് കൊടുക്കാൻ പറ്റും. ലൈക്ക് ട്രാൻസ്ഡെർമൽ പാച്ച്. നിക്കോട്ടിൻ്റെ സിഗരറ്റ് വലിക്കുന്ന സമയത്ത് അതിൻ്റെ കാര്യമായിട്ടുള്ള കമ്പോണൻ്റ് എന്ന് പറയുന്നത് അതിനുള്ള നിക്കോട്ടിൻ എന്ന് പറയുന്ന കണ്ടന്റ് ആണ്. അപ്പോൾ ആ നിക്കോട്ടിനുള്ള ട്രാൻസ്ഡെർമൽ പാച്ചസുകളുണ്ട്, സ്പ്രേസുകളുണ്ട്, ഗം അല്ലെങ്കിൽ ലോസഞ്ചസുകളുണ്ട്. അപ്പോൾ അത് കൊടുക്കുക. ചൂയിങ് ഗംസുകളുണ്ട്, നിക്കോടെക്സ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള. അപ്പോൾ ഇങ്ങനെ അത് മാറ്റാൻ വേണ്ടിയിട്ട്, പുകവലിക്കുന്നത് മാറ്റാൻ വേണ്ടിയിട്ട് ആ എഫക്റ്റ് കിട്ടുന്ന ആ സംഗതി ചൂയിങ് ഗമായിട്ട് കൊടുത്തിട്ട് അത് പതുക്കെ കുറച്ച് കൊണ്ടുവരിക എന്നുള്ളതാണ്. ദെൻ ബുപ്രിയോപിൻ എന്ന് പറയുന്ന വേറൊരു ഡ്രഗ് ഉണ്ട്, ആൻറ്റി ഡിപ്രസൻ്റ് ആണ്. അത് 150 milligram OD ആയിട്ട് 3 days കൊടുക്കുക. ദെൻ 150 milligram BD ആയിട്ട് 7 days കണ്ടിന്യൂ ചെയ്യുക. ഇതാണ് ബുപ്രോപിയോൺ എന്ന് പറയുന്ന ടൊബാക്കോ ഡി അഡിക്ഷൻ ഡ്രഗ് എന്ന് പറയുന്നത്. അടുത്ത ഡ്രഗാണ് വെർണിക്ലിൻ എന്ന് പറയുന്ന ഡ്രഗ്. അത് 0.5 milligram OD ആയിട്ട് 1 week കൊടുക്കുക. ദെൻ 1 mg BD ആയിട്ട് 6 months ട്രീറ്റ് ചെയ്യുക എന്നുള്ളതാണ് അതിന് യൂസ് ചെയ്യുന്ന ഡ്രഗ്സ് എന്ന് പറയുന്നത്. നൗ ആൽക്കഹോൾ ഡി അഡിക്ഷൻ. ആൽക്കഹോൾ ഡി അഡിക്ഷന് ഈ പറയുന്ന ഒപ്പിയോയിഡ് റിസപ്റ്ററിൽ തന്നെ ആക്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ആദ്യത്തെ കേസിൽ നമുക്ക് നാൾട്രോക്സ് ആണ്, ഒപ്പിയോയിഡ് റിസപ്റ്റർ അഗണിസ്റ്റുകളൊക്കെ കൊടുക്കാൻ പറ്റും. 100 to 150 milligram ത്രൈസ് ഇൻ വീക്ക്. ദെൻ 50 milligram OD ഇൻ ദ ഫോം ഓഫ് ഡിപ്പോട്ട് ഇഞ്ചക്ഷൻ ഫോർ മന്ത്ലി ബേസിസ്. ആ രീതിയിൽ നമുക്ക് നാൾട്രോക്സൻ കൊടുക്കാം. അല്ലെങ്കിൽ അക്കംപ്രോസൈറ്റ് എന്ന് പറയുന്ന ഡ്രഗ് ഒരു ഗാബ ഗ്ലൂട്ടമേറ്റ് ന്യൂറോ ട്രാൻസ്മിറ്റർ ഇൻഹിബിറ്റർ ആണ്. അതും 666 milligram BD അല്ലെങ്കിൽ TID ആയിട്ട് 3 days കൊടുക്കുക എന്നുള്ളതാണ്. ദെൻ ടോപ്പിറമേറ്റ് എന്നുള്ളത് ഗാബനർജിക് ട്രാൻസ്മിഷൻ അതിനെ മോഡുലേറ്റ് ചെയ്യുന്ന ഡ്രഗാണ്. 150 to 300 milligram per day ആയിട്ട് കൊടുക്കാൻ പറ്റും. സോ ദീസ് ആർ ദ ആൽക്കഹോൾ ഡി അഡിക്ഷൻ ഡ്രഗ്.
നോ അനദർ ഇമ്പോർട്ടൻറ്റ് തെറാപ്പി ഡൈസൾഫിറാം. ഇതൊക്കെ പേഷ്യൻ്റ് അറിയാതെ കൊടുക്കാൻ പറ്റുന്ന അറിയാതെ മീൻസ് വെച്ചാൽ അവരുടെ സഹകരണം കൂടി വേണം. നാൾട്രോക്സാൻ കഴിക്കുന്ന സമയത്ത് ഇങ്ങനെയുള്ള എഫക്റ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ അവരുടെ സഹകരണത്തോടു കൂടി കൊടുക്കുന്നതാണ്. ഇനി അവേർഷൻ തെറാപ്പി, ഈ ആൽക്കഹോൾ കഴിക്കുന്ന സമയത്ത് ഉണ്ടാവുന്ന പ്ലഷർ എഫക്റ്റ് ഇല്ലാണ്ടാക്കിയിട്ട് അത് നിർത്താൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന ഒരു ഡ്രഗാണ് ഡൈസൾഫിറാം എന്ന് പറയുന്നത്. അതായത് പേഷ്യൻ്റ് അറിയാതെ ആൽക്കഹോളിൽ മിക്സ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ എന്താ സംഭവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൽക്കഹോൾ നമ്മളെ ബോഡിയിൽ നടത്തുന്ന മെറ്റബോളിസമാണ്. എത്തനോൾ ആയിട്ടാണ് നമ്മൾ ഈ ആൽക്കഹോൾ കൊടുക്കുന്നുണ്ടാവുക. എത്തനോള് നമ്മളെ ബോഡിയിൽ ആൽക്കഹോൾ ഡീഹൈഡ്രജനേസ് എന്ന് പറയുന്ന എൻസൈമിൻ്റെ പ്രസൻസിൽ അസെറ്റാൽഡിഹൈഡ് ആയിട്ട് മാറ്റും. ഈ ആൽഡിഹൈഡ് ഡീഹൈഡ്രോജനേസ് എന്ന് പറയുന്ന എൻസൈം അസെറ്റേറ്റ് ആയിട്ട് മാറ്റും. അസെറ്റൈൽ കോ എ എന്ന് പറയുന്ന സാധനമായിട്ട് പല രീതിയിലുള്ള സംഗതികളായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. ഫാറ്റി ആസിഡ് സിന്തസിസ് ആയിട്ടും സിട്രിക് ആസിഡ് സൈക്കിളിലോട്ടൊക്കെ അസെറ്റേറ്റ് അങ്ങനെ പോകും. അപ്പോൾ ഇങ്ങനെയുള്ള സമയത്ത് നമ്മൾ കൊടുക്കുന്ന ഡൈസൾഫിറാം എന്ന് പറയുന്ന ഡ്രഗ് എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ആൽഡിഹൈഡ് ഡീഹൈഡ്രോജനേസ് എന്ന് പറയുന്ന എൻസൈമിനെ ഇൻഹിബിറ്റ് ചെയ്യുകയാണ് ചെയ്യുക. അപ്പോൾ എന്ത് സംഭവിക്കും? എത്തനോള് അസെറ്റാൽഡിഹൈഡ് ആയിട്ട് മാറുന്നുണ്ട്. പക്ഷെ അസെറ്റാൽഡിഹൈഡ് ആയിട്ട് മാറിയിട്ടുള്ള സാധനത്തിന് അസെറ്റേറ്റ് ആയിട്ട് മാറാനുള്ള സ്റ്റെപ്പിന് അത് ഇൻഹിബിറ്റ് ചെയ്യും. അപ്പോൾ ബോഡിയിൽ അസെറ്റാൽഡിഹൈഡ് അക്യുമുലേറ്റ് ചെയ്യും. അസെറ്റാൽഡിഹൈഡ് അക്യുമുലേറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബോഡിയിൽ അൺപ്ലസൻ്റ് ആയിട്ടുള്ളൊരു റിയാക്ഷനാണ് പ്രൊഡ്യൂസ് ചെയ്യുക. ഡിപ്പെൻഡിങ് ഓൺ ദ ആൽക്കഹോൾ കൺസപ്ഷൻ പല രീതിയിലുള്ള ഛർദ്ദിക്കുന്നതായിട്ടും പല രീതിയിലുള്ള പെയിൻസുകളൊക്കെ ആയിട്ടുള്ള ഫീലിങ്സുകളാണ് ബോഡിയിൽ അത് ഇൻഡിക്കേറ്റ് ചെയ്യുക. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ ഒരു ആൽക്കഹോളിനുള്ള ഒരു വെറുപ്പ് അല്ലെങ്കിൽ വിമുക്തി എന്ന് പറയാൻ പറ്റില്ല, ആ രീതിയിലുള്ള ആൽക്കഹോൾ കഴിക്കുമ്പോൾ ഇങ്ങനെയുള്ള ഒരു എഫക്റ്റ് ഉണ്ടാവുന്നുണ്ടെന്ന് പേഷ്യൻറ്റിന് തോന്നിയിട്ട് നിർത്തുക എന്നുള്ളതാണ്. അതാണ് അവേർഷൻ തെറാപ്പി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അത് പല രീതിയിൽ കൊടുക്കാം. 500 mg per day for week followed by 250 mg per day, അല്ലെങ്കിൽ 1000 mg on first day, 750 mg on second day, 500 mg on third day and 250 mg on subsequently. Then sensitization to alcohol will develop after 2 to 3 hours of first dose and last for several days after stopping the drug also. So these are the drugs which are used for the ഡി അഡിക്ഷൻ. നമ്മൾ 3 ഡി അഡിക്ഷൻസുകളാണ് ഇപ്പോൾ മെയിനായിട്ട് ഡി അഡിക്ഷൻ ഡ്രഗ്സുകളാണ് പറഞ്ഞിട്ടുള്ളത്: ഒപ്പിയോയിഡ്, ടൊബാക്കോ ആൻഡ് ആൽക്കഹോൾ. ഇനി ഞാൻ നേരത്തെ പറഞ്ഞു മാനേജ്മെന്റ് എന്ന് പറയുന്ന സമയത്ത് നമുക്ക് ഇവർ ഡ്രഗ് മാത്രം യൂസ് ചെയ്തിട്ട് നമുക്ക് പറ്റില്ല. ആ സമയത്ത് നമുക്ക് ഫാർമക്കോ തെറാപ്പി വേണം, ബിഹേവിയറൽ തെറാപ്പി വേണം, സോഷ്യൽ സപ്പോർട്ട് വേണം, മാക്സിമം ഇൻറ്ററാക്ഷൻസുകളൊക്കെ ഉണ്ടാക്കിയിട്ട് മാത്രമേ പേഷ്യൻറ്റിൻ്റെ സഹകരണത്തോടു കൂടി മാത്രമേ ഏത് ഡി അഡിക്ഷനും പോസിബിൾ ആയിട്ടുള്ളൂ. നമുക്ക് കുറച്ചു കാലം മരുന്നൊക്കെ കൊടുക്കാമെന്ന് മാത്രമേ ഉള്ളൂ. സ്പെസിഫിക് ആയിട്ടുള്ള ടോക്സിസിറ്റി ഉണ്ടാകുമ്പോൾ അതിനെ ഓവർകം ചെയ്യാൻ പറ്റുന്നുണ്ടാവും. പക്ഷേ ആൾക്ക് അതിൽ നിന്ന് കംപ്ലീറ്റ് ആയിട്ട് മാറണമെന്നുണ്ടെങ്കിൽ ആ പേഷ്യൻ്റ് തന്നെ അതിൽ നിന്ന് വിചാരിക്കണം. ഓക്കെ, സോ ദാറ്റ് ഈസ് ദ ഫാർമക്കോളജി ഓഫ് drugs used in de-addiction.